നമുക്ക് അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിത പാഠത്തിൽ നിന്നും SSLC പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് നോക്കാം. ഇവിടെ നമുക്ക് സൂചന തന്നിട്ടുണ്ട്. എന്താണ്? अकाल और उसके बाद कविता का यह अंश पढ़ें और അനുബന്ധ പ്രശ്നം के उत्तर लिखें. അകാൽ और उसके बाद എന്ന കവിതയുടെ ഈ ഭാഗം വായിക്കുകയും അനുബന്ധ പ്രശ്നം के തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തർ ലിഖേം ഉത്തരം എഴുതുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിതാഭാഗം നോക്കൂ. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उठी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पंखें कई दिनों के बाद. നമുക്കറിയാം കുറെ ദിവസം കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം അകാൽ കെ ബാരേമയാണോ അകാൽ കെ ബാദ് കെ ബാരേമയാണോ കഹത്തെ ഹേ പറയുന്നത്? അതായത് ഇസ് കവിതാംശമേ കവി അകാൽ കെ ബാരേമേ വർണ്ണൻ കർത്തെ ഹേ യാ അകാൽ കെ ബാദ് കെ സ്ഥിതി കാ വർണ്ണൻ കർത്തെ ഹേ? അകാലത്തെ കുറിച്ചാണോ അകാലത്തിന് ശേഷമുള്ള കാലത്തെ കുറിച്ചാണ് ഈ വരികളിൽ വർണ്ണിക്കുന്നത്? കൈ ദിനം കെ ബാദ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കൈ ദിനം കെ ബാദ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അകാലത്തെ കുറിച്ചല്ല, ക്ഷാമകാലത്തെ കുറിച്ചല്ല കവി ഇവിടെ വിവരിക്കുന്നത്. മറിച്ച് ക്ഷാമത്തിന് ശേഷമുള്ള കാലത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെ കുറിച്ചാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് ഈ വാക്കുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയണം. ഏത് വാക്കുകള്? കൈ ദിനം കെ ബാദ് എന്നുള്ള ഈ വാക്കുകൾ എല്ലാ വരികളുടെയും അവസാനം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ത്? ഇത് ക്ഷാമകാലത്തിന് ശേഷമുള്ള സ്ഥിതിയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് എന്ന്. അപ്പൊ ക്ഷാമകാലത്തിന് ശേഷമുള്ള ആദ്യത്തെ മാറ്റം എന്തായിരുന്നു? ദാനേ ആയേ. എവിടെ? ഖർക്കെ അന്തർ. ഖർക്കെ അന്തർ ദാനേ ആയേ. വീടിന്റെ ഉള്ളിൽ ധാന്യം വന്നു, അല്ലെ? വീടിന്റെ ഉള്ളിൽ ധാന്യം വരുമ്പോൾ എന്താ സംഭവിക്കുക? ധുവാം ഉടാ, പുക പൊങ്ങി. എങ്ങോട്ട്? അങ്കിൻ സെ ഊപ്പർ, മുറ്റത്തിന് മുകളിൽ, അതായത് വീടിന് മുകളിൽ എന്നർത്ഥം. വീടിന് മുകളിൽ അങ്കിൻ സെ ഊപ്പർ ധുവാം ഉടാ. അപ്പൊ ദാനേ ആയി എവിടെ? ഖർക്കെ അന്തർ ദാനേ ആയി. ഒന്നാമത്തെ മാറ്റം അതായിരുന്നു, ഖർക്കെ അന്തർ ദാനേ ആയി. രണ്ടാമത്തെ മാറ്റം എന്താ? വീട്ടിൽ ധാന്യം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആംഗൻ സെ ഊപ്പർ ധുവാം ഉടാ, മുറ്റത്തിന് മുകളില് പുക പൊങ്ങി. അപ്പോൾ എന്താ മൂന്നാമത്തെ സംഭവിച്ചത്? കർ ഭർ കി ആംഖേം, വീട്ടിലുള്ളവരുടെ മുഴുവൻ കണ്ണുകളും ചമക് ഉഠീം, തിളങ്ങി. മനസ്സിലായോ? അടുത്ത മാറ്റം എന്തായിരുന്നു? കൗവേനെ, കാക്കകൾ പാങ്കേം കുജലായി. കൗവേനെ പാങ്കേം കുജലായി. മനസ്സിലായോ? അപ്പൊ കവിതയുടെ അർത്ഥം മനസ്സിലായല്ലോ. എപ്പോഴാണ്? കൈ ദിനോങ്കെ ബാദാണ് ഇതെല്ലാം സംഭവിച്ചത്. 4 മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. 1, വീട്ടിനുള്ളിൽ ധാന്യം വന്നു. 2, മുറ്റത്തിന് മുകളില് പുക പൊങ്ങി. 3, വീട്ടിലുള്ളവരുടെ മുഴുവൻ കണ്ണുകളും തിളങ്ങി. 4, കാക്കകള് ചിറകുകൾ ചൊറിഞ്ഞു. അല്ലേ? ഇനി ഇത്രയും ഭാഗം നമുക്ക് പരീക്ഷയ്ക്ക് തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രദ്ധിച്ചേ. പങ്ക്തിയോമേം കിസ്കാ വർണ്ണൻ ഹേ. കണ്ടോ? പങ്ക്തിയോമേം, പങ്ക്തി വരിയാണ്. പങ്ക്തിയോമേം വരികളിൽ കിസ്കാ വർണ്ണൻ ഹേ. കിസ്ക എന്തിന്റെ വർണ്ണൻ ഹേ, വർണ്ണനയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 3 ഉത്തരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? അകാൽ കി സ്ഥിതി കാ, ക്ഷാമസ്ഥിതിയെ കുറിച്ചാണോ? അകാൽ കി പൂർവ കി സ്ഥിതി കാ, പൂർവ എന്ന് പറഞ്ഞാൽ മുൻപുള്ള, പൂർവ മുൻപ്, പൂർവിക്ക് മുൻപുള്ള. അകാൽ കി പൂർവ കി സ്ഥിതി കാ, അകാലത്തിന് അല്ലെങ്കിൽ ക്ഷാമത്തിന് മുൻപുള്ള സ്ഥിതിയെ കുറിച്ചാണോ? ഓർ അകാൽ കി ബാദ് കി സ്ഥിതി കാ, അകാലത്തിന് ക്ഷാമത്തിന് ബാദ് കി ശേഷമുള്ള സ്ഥിതിയെ കുറിച്ചാണോ വർണ്ണിച്ചിരിക്കുന്നത്?
നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ എന്താ ഈ കവിതയിൽ കിടക്കുന്നത്, ഈ ഉത്തരങ്ങളിൽ എന്ത് കിടക്കുന്നുണ്ടെന്ന് നോക്കൂ. അകാൽ കി സ്ഥിതി കാ, അകാൽ കെ പൂർവ കി സ്ഥിതി കാ, അകാൽ കെ ബാദ് കി സ്ഥിതി കാ. നോക്കൂ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൈ ദിനം കെ ബാദ്, ബാദ് ബാദ് എന്നിവിടെ കൊടുത്തിട്ടില്ലേ, കൈ ദിനം കെ ബാദ്. കവിതയുടെ ആശയം അറിയാൻ വയ്യ എങ്കിൽ തന്നെയും നമുക്ക് ഉത്തരം എഴുതാൻ വളരെ ഈസിയാണ്. അകാൽക്കെ മൂന്നും അകാലാണ്, അകാൽക്കെ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, കാരണം മൂന്നിലും അകാൽക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനിയുള്ളത് അകാൽക്കി സ്ഥിതിക്ക എന്ന് പറഞ്ഞിരിക്കുന്നു. അകാൽക്കി സ്ഥിതി ആണോ, അകാൽക്കി പൂർവ സ്ഥിതിക്ക എന്നുള്ളതും എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, കാരണം മൂന്ന് ഉത്തരങ്ങളിലും ആ സ്ഥിതിക്ക കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ വിട്ട് കളഞ്ഞേക്ക്. അപ്പൊ അകാൽക്കിയും വിടാം, സ്ഥിതിക്കായും വിടാം അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്നാമത്തെ വരിയിലൊന്നുമില്ല, അകാൽക്കി സ്ഥിതിയാണോ, പൂർവയ്ക്ക് മുൻപുള്ള സ്ഥിതിയാണോ, ബാധിക്ക് ശേഷമുള്ള സ്ഥിതിയാണോ. അപ്പൊ നമുക്ക് ഉത്തരത്തിൽ നമുക്ക് കവിതാ ഭാഗത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ബാദ് 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 എന്ന്. അപ്പോൾ ഏതാണ് ഉത്തരം, ബാധിക്ക് എന്നല്ലേ. അപ്പൊ നമ്മൾ ഈ വരികളിൽ, ഈ ഉത്തരങ്ങളിൽ കിടക്കുന്ന വാക്കുകൾ കവിതയിലെ വരികൾ ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ നമ്മൾക്ക് ഉത്തരം കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ 1 മാർക്കാണ് ഇവിടെ. നമ്മൾ എങ്ങനെ ഉത്തരം എഴുതണ്ടേ, 1 എന്ന് നമ്പർ ഇട്ടിട്ട് നമ്മൾ ഈ ഉത്തരം മാത്രം എടുത്തെഴുതിയാൽ മതി. ഏതാണ്, അകാൽക്കെ ബാധിക്ക് സ്ഥിതിക്ക എന്ന്. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ചമക് ഉഠീം കർ ഭർ കി ആങ്കേം. മിന്നിത്തിളങ്ങി അല്ലെങ്കിൽ തിളങ്ങി ഉണർന്ന്, എന്ത്, ചമക്കുടിയും തിളങ്ങി, കർ ഭർ കി ആങ്കേം വീട്ടിലുള്ളവരുടെ മുഴുവൻ കണ്ണുകൾ. ക മത്ലബ് ക്യാ ഹെ എന്ന് പറഞ്ഞാൽ, ക ഇതിന്റെ മത്ലബ് ക്യാ ഹെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത് എന്നാണ് കവി ചോദിച്ചിരിക്കുന്നത്. അതിനും 1 മാർക്കാണ്. അപ്പൊ ഉത്തരം എന്താണ്, ഖാന മിൽനെ കെ കാരൻ. ഖാന എന്താണ്, ഭക്ഷണം. ഭക്ഷണം മിൽനെ കെ കാരൻ ലഭിച്ചത് കാരണം. മിൽന ലഭിക്കുക, കാണുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ലഭിക്കുക എന്നാണ്. ഖാന മിൽന, ഖാന മിൽനെ കെ കാരൻ ഭക്ഷണം ലഭിച്ചത് കാരണമാണ്. കർ ഭർ കി ആങ്കേം വീട്ടിലുള്ളവരുടെ മുഴുവൻ കണ്ണുകൾ ചമക്കുടി തിളങ്ങിയത്. മനസ്സിലായോ? അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. മൂന്നാമത്തെ ചോദ്യം നമുക്ക് 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, കവിതാ ഭാഗത്ത് നിന്ന് ഏത് കവിതാ ഭാഗം എടുത്താലും 6 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ അത് 7 മാർക്കിന്റെ ആകാം, 8 മാർക്കിന്റെ ആകാം. 6 മാർക്കിൽ കുറയാൻ ഒരു കാരണവുമില്ല. അതായത് ആദ്യത്തേത് 2ഉം ഓരോ മാർക്കിൻ്റെതാണ്, മൂന്നാമത്തേത് 4 മാർക്കിന്റെ. അപ്പൊ 6 മാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. മൂന്നാമത്തെ ചോദ്യം എന്താണ്, കവിനെ അകാൽക്കെ ബാദ് ക ചിത്രൻ കൈസെ കിയാ ഹെ എന്നാ ചോദിച്ചിരിക്കുന്നത്. കവിനെ, കവി, അകാൽക്കെ ബാദ് ക ക്ഷാമത്തിന് ശേഷമുള്ള കാലത്തെ ചിത്രൻ ചിത്രീകരിച്ചിരിക്കുന്നത് കൈസെ ഹെ അല്ലെങ്കിൽ ചിത്രീകരണം കൈസെ കിയാ ഹെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. അതായത് കവി അകാലത്തിന് ശേഷമുള്ള ചിത്രീകരണം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് അകാലത്തിന് ശേഷമുള്ള സ്ഥിതിയെ കുറിച്ച് കവി വർണ്ണിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ടിപ്പണിയിലേക്ക് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടിപ്പണി എന്ന് പറഞ്ഞാൽ കുറിപ്പ്, ലേഖ്യം എഴുതും. അപ്പോൾ എങ്ങനെയാണ് കുറിപ്പ് എഴുതുക? നമ്മൾ കുറിപ്പ് എഴുതുമ്പോൾ ആസ്വാദന ടിപ്പണിയാണെന്ന് അറിയാലോ. അകാൽ ഓർ ഉസ്കെ ബാദാണ് പാഠം. ആരാണ് കവി? നാഗാർജുനാണ്. ഇങ്ങനെ എഴുതിയാൽ നല്ലതാണ്, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ എഴുതണ്ട. ഇതിലെ ഒരു പ്രശ്നമല്ല, ഇതിന്റെ ഒരു ഘടകമൊന്നുമല്ല. പാഠം മനസ്സിലാക്കുന്ന കുട്ടി അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന് കൊടുത്തിട്ട് എഴുതുന്നത് നന്നായിരിക്കും. കവിയുടെ പേര് കൂടി സൂചിപ്പിക്കേണ്ട, കവിയുടെ പേര് ഇവിടെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നുള്ളൂ. കവിയുടെ പേര് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ എഴുതുന്നുണ്ട്, അതുകൊണ്ട് ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് എന്തെഴുതാം? ടിപ്പണി എന്നെഴുതാം. ആസ്വാദന ടിപ്പണി എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആസ്വാദന ടിപ്പണി എന്ന് ഹെഡിങ് കൊടുക്കാം. ടിപ്പണി എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ടിപ്പണി എന്ന് ഹെഡിങ് കൊടുത്തിട്ട് പാഠത്തിന്റെ പേരൊന്ന് സൂചിപ്പിച്ചാൽ നല്ലതാണ്. അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന്, അതായത് ഈ പാഠത്തിന്റെ ടിപ്പണിയാണെന്ന് നമുക്കറിയാമെന്ന് നോക്കുന്നവരൊക്കെ മനസ്സിലാക്കി കൊടുക്കുക, അത്രയേ ഉദ്ദേശമുള്ളൂ. ഇനി ഇവിടെ നാഗാർജുന എടുത്തെഴുതിയാലും നമുക്ക് കവിയുടെ പേരും അറിയാം.
എന്ന് പേപ്പർ നോക്കുന്നവർക്ക് മനസ്സിലാകും. അത്രയുള്ള ഈ എഴുത്ത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്നും എഴുതിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 3 എന്ന് നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എഴുതണം, ശ്രീ നാഗാർജുൻ ഹിന്ദിക്ക് പ്രഗതിശീൽ കവി ഹേ. ശ്രീ നാഗാർജുൻ ഹിന്ദിയിലെ പ്രഗതിശീല കവിയാണ്. നാഗാർജുൻ കി കവിത പഠിനി ഹേത്തോ, നാഗാർജുനന്റെ കവിത പഠിനി ഹേത്തോ പഠിക്കണമെങ്കിൽ നാഗാർജുൻ കോ പഠിന ഹേ, നാഗാർജുനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഉൻക അസലി നാം, ഉൻക അദ്ദേഹത്തിന്റെ, അസലി നാം യഥാർത്ഥ പേര് വൈദ്യനാഥ് മിശ്ര ഥ, വൈദ്യനാഥ് മിശ്ര എന്നായിരുന്നു. വേ അദ്ദേഹം മൈഥിലി മേ, മൈഥിലിയില് യാത്രി നാം സെ കവിത കർത്തേ ഥേ, നാഗാർജുൻ എന്ന പേരിലല്ല യാത്രി എന്ന പേരിലാണ് അദ്ദേഹം മൈഥിലി ഭാഷയില് കവിത കർത്തേ ഥേ, കവിത എഴുതിയിരുന്നത് എന്നർത്ഥം. മൈഥിലി ഭാഷയിലെ ഏത് പേരിലാണ് അദ്ദേഹം കവിത എഴുതിയിരുന്നത്? യാത്രി എന്ന പേരിലാണ് കവിത എഴുതിയിരുന്നത്. ആര്? നാഗാർജുൻ. ഏത് ഭാഷയിലെ? മൈഥിലി ഭാഷയില്. അകാൽ ഔർ ഉസ്കെ ബാദ്, അകാൽ ഔർ ഉസ്കെ ബാദ് നാമക് പേരായ എന്നർത്ഥം. അകാൽ ഔർ ഉസ്കെ ബാദ് നാമക്, അകാൽ ഔർ ഉസ്കെ ബാദ് ക്ഷാമവും അതിനുശേഷവും എന്ന പേരുള്ള ഇസ് കവിതാമേം ഈ കവിതയില് കവിനെ, കവി രാജനീതിക് വിചാർധാര പ്രതി വ്യംഗ്യ ഹെ, രാജനീതിക് രാഷ്ട്രീയപരമായ, വിചാരധാര പർ ചിന്താധാരയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്താഗതികളുടെ മേൽ തീക്ഷ്ണമായ വ്യംഗ്യ ഹെ പരിഹാസമാണ് ചൊരിയുന്നത്. അതായത് അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന പേരിലുള്ള ഈ കവിതയിലൂടെ കവി ഇന്നത്തെ രാഷ്ട്രീയ ചെയ്തികൾക്കെതിരെ തീക്ഷ്ണമായ പരിഹാസശരം തൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വരിയിലെ കവിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞ്? ഹിന്ദിയിലെ പ്രഗതിശീല കവിയാണ്, പുരോഗമന ചിന്താഗതിക്കാരനായ കവിയാണ് എന്നാണ് അർത്ഥം. നാഗാർജുനന്റെ കവിത പഠിക്കുക എന്നാൽ നാഗാർജുൻ, അതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നാഗാർജുനന്റെ കവിത പഠിക്കണമെങ്കിൽ നാഗാർജുനെ കുറിച്ച് പഠിക്കണം, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അപ്പൊ നാഗാർജുനെ കുറിച്ച് എന്താ നമ്മളിവിടെ പഠിച്ചേ? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് പഠിക്കണം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? വൈദ്യനാഥ മിശ്ര എന്നാണ്. അദ്ദേഹം ഏത് ഭാഷയിലാണ് ആദ്യം കവിത എഴുതിയിരുന്നത്? മൈഥിലിയിലാണ്. ആ മൈഥിലിയിൽ ഏത് പേരിലാണ് എഴുതിയിരുന്നത്? യാത്രി എന്ന പേരിലാണ് അദ്ദേഹം കവിത എഴുതിയിരുന്നത്. അകാൽ ഔർ ഇനി കവിതയെ കുറിച്ച് പറയുകയാണ്. അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയിലൂടെ കവി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ കവിത അദ്ദേഹം എഴുതിയിരിക്കുന്നത്? ഇന്നത്തെ രാഷ്ട്രീയ ചിന്താധാരകളെ കുറിച്ച് പരിഹസിക്കാൻ, ആക്ഷേപിക്കാൻ വേണ്ടിയാണ് കവി ഇവിടെ ഈ കവിത എഴുതിയിരിക്കുന്നത് എന്ന്. അദ്ദേഹം തന്റെ മനസ്സിലുള്ളത് കവിതയിലൂടെ രാഷ്ട്രീയ രാഷ്ട്രീയ ചിന്തകന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇന്നത്തെ രാഷ്ട്രീയ ചിന്താധാരയുടെ മേൽ, രാഷ്ട്രീയ ചിന്താഗതികളെ തീക്ഷ്ണമായി കവി തന്റെ ഭാഷയിലൂടെ വിമർശിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, തീക്ഷ്ണമായി പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കവിതയിലെ ആദ്യത്തെ 4 വരിയുണ്ട്, രണ്ടാമത്തെ 4 വരിയുണ്ട്. അതായത് ആദ്യത്തെ 4 വരിയും അവസാനത്തെ 4 വരിയും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 4 വരികൾ അവസാന ഭാഗത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ എഴുതുകയാണ് ഇവിടെ കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും നമ്മൾ എഴുതിയല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ എഴുതേണ്ടതെന്ന് ശ്രദ്ധിച്ചേ. അന്തിമ 4 പങ്ക്തിയോമേ, അന്തിമ അവസാന 4 പങ്ക്തിയോമേ 4 വരികളിൽ സ്ഥിതി അവസ്ഥ ഏകദം ബദൽ ഗയി ഹെ, പെട്ടെന്ന് മാറി മറിയുകയാണ്. അവസാനത്തെ 4 വരികൾ, ആദ്യത്തെ 4 വരികളിൽ ക്ഷാമകാലത്തിന്റെ ആ വിഷമഘട്ടങ്ങളെ കുറിച്ച് കവി വർണ്ണിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് മാറുകയാണ് അടുത്ത 4 വരികളിൽ, അല്ലേ? അതിനെക്കുറിച്ച് വീണ്ടും കൂടുതലൊന്നും ചിത്രീകരിക്കുന്നില്ല കവി. പെട്ടെന്ന് അത്രയും പറഞ്ഞിട്ട് കവി പെട്ടെന്ന് വീട്ടിൽ ധാന്യം വരുത്തുകയാണ്, അല്ലേ? അപ്പൊ അന്തിമ 4 പങ്ക്തിയോമേ സ്ഥിതി അവസ്ഥ ഏകദം പെട്ടെന്ന് ബദൽ ഗയി ഹെ മാറുന്നു. കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം, ജബ് എപ്പോഴാണോ, ഘർമേ ദാനയായി വീട്ടിൽ ധാന്യം വന്നത്, തബ് അപ്പോൾ, ചൂൽഹ ജലായ ഗയാ
ചൂൽഹ അടുപ്പ്, ജലായ ഗയ കത്തിക്കപ്പെട്ടു, അതായത് അടുപ്പ് കത്തിച്ചു. അവർ ചിമ്മിനീസെ ചിമ്മിനിയിലൂടെ എന്ത് സംഭവിച്ചു? ധുവാം ഉഠിനേലക പുക ഉയരാൻ തുടങ്ങി. അപ്പൊ ദാനെ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? വീട്ടില് അടുപ്പ് കത്തിച്ചു. അടുപ്പ് കത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ചിമ്മിനിയിലൂടെ പുക ഉയരാൻ തുടങ്ങി, പുക പൊങ്ങാൻ തുടങ്ങി അല്ലേ? ഇനി പുക പൊങ്ങിയപ്പോഴോ എല്ലാവരും അത് കണ്ടു ഇല്ലേ? ആരൊക്കെയാ കണ്ടത്? ജീവജന്തുവും കി ആംഖേം ചമക് ഉഠീം. ജീവജന്തുക്കളുടെ ആംഖേം, അതായത് അവിടെ ജീവിച്ചിരുന്ന ജീവികൾ, അതാണ് ജീവജന്തുക്കളുടെ, ജീവനുള്ള എല്ലാവരുടെയും, ജന്തുക്കളുടെയും മനുഷ്യരുടെയും അല്ല അല്ലെ? ജീവജന്തുവും കി ആംഖേം കണ്ണുകൾ, ചമക് ഉടിയും തിളങ്ങി, ഓർ കൗവേ കാക്കകൾ എന്ത് ചെയ്തു? പങ്ക് കുജലാത്തെ ഹുയെ, പങ്ക് ഖുജലാത്തെ ഹുയെ, പങ്ക് ചിറക്, കുജലാത്തെ ഹുയെ ചൊറിഞ്ഞുകൊണ്ട് ആനയിലേക്ക് വരാൻ തുടങ്ങി. ഈ 4 കാര്യങ്ങളല്ലേ നമ്മുടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പഠിച്ചുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ആദ്യത്തെ വരികളാണ് നമ്മൾക്ക് തരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആദ്യത്തെ 3 വരി, ആദ്യത്തെ ഭാഗം കവിത തന്നാലും അവസാന ഭാഗം കവിത തന്നാലും ഈ 3 വരി നമ്മൾ ആദ്യം എഴുതണം. ഇവിടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഭാഗമാണ് തന്നതെങ്കിൽ ആദ്യത്തെ ഭാഗത്തിന്റെ അർത്ഥമാണ് ഇവിടെ എഴുതേണ്ടത്, ആശയമാണ് ഇവിടെ എഴുതേണ്ടത്. രണ്ടാമത്തെ ഭാഗം തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ രണ്ടാമത്തെ ഭാഗത്തിന്റെ ആശയമാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ മൂന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് രണ്ടിനും ഉപയോഗിക്കാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാല് ആപാത് കാൽക്ക വർണ്ണൻ, ഈ കവിതയിലൂടെ അല്ലെങ്കിൽ ഈ കവി ഈ കവിത രചിച്ചപ്പോൾ എന്ത് പ്രത്യേകതയാണ് നമുക്ക് അനുഭവപ്പെട്ടത്? ഈ കവിത വായിച്ചപ്പോൾ നമ്മുടെ അഭിപ്രായം എന്താണ്? നമുക്ക് എന്താണ് മനസ്സിലായത്? നമുക്ക് എന്താണ് മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നത്? അല്ലെങ്കിൽ നമ്മളോട് കവി നൽകിയ സന്ദേശം എന്താണ്? നമുക്ക് എന്ത് സന്ദേശമാണ് ഈ കവിതയിൽ നിന്ന് ലഭിച്ചത്? അല്ലെങ്കിൽ ഏത് കാര്യമാണ് നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലായത്? അല്ലെങ്കിൽ ഈ കവിതയുടെ എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയുമായിട്ട് ഈ കവിതയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇങ്ങനെയുള്ള നമ്മൾ ഈ കവിതയെ ആസ്വദിച്ചത് എങ്ങനെയാണ് എന്നാണ്, ആ ആസ്വാദ്യത എന്താണ് എന്നാണ് നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എന്ത് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. ആപാത് കാൽക്ക വർണ്ണൻ, ആപാത് കാലം എന്ന് പറഞ്ഞാൽ ക്ഷാമകാലം, ദാരിദ്ര്യകാലം, ഗരീബി. का वर्णन अनेक कवियों ने किया है, അനേകം കവിയോം നെ കവികൾ കിയാഹി ചെയ്തിട്ടുണ്ട്. അനേകം കവികള് ഈ ക്ഷാമത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്, ക്ഷാമകാലത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ലേക്കിൻ എന്നാൽ നാഗാർജുൻ കാ വർണ്ണൻ അലഗ് ഹേ, നാഗാർജുനന്റെ വർണ്ണന അലഗ് ഹേ, വ്യത്യസ്തമാണ്. മനസ്സിലായോ? റൊട്ടി കപ്പട ഓർ മക്കാൻ ഏക് സമയ കാ നാരാ താ. റൊട്ടി എന്താണ്? ഭക്ഷണം, കപ്പട വസ്ത്രം, ഓർ മക്കാൻ ഭക്ഷണവും വസ്ത്രവും വീടും എന്നുള്ളത് ഏക് സമയക്ക ഒരു സമയത്തെ, നാറാത്ത നാറ മുദ്രാവാക്യമായിരുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു സമയത്ത് നിലനിന്നിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു എന്ത്? ഭക്ഷണവും വസ്ത്രവും വീടും എന്നുള്ള മുദ്രാവാക്യം. സച്ചി രാജനീതിമി, ഇവിടെ എന്താണ് കവി തെളിയിക്കാൻ അല്ലെങ്കിൽ കവി മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്? സച്ചി രാജ്നീതിമേ, യഥാർത്ഥ രാജനീതിയിലെ, രാഷ്ട്രീയത്തില് അകാൽ നഹി ഹോഗ, യഥാർത്ഥ ജനാധിപത്യത്തില് അല്ലെങ്കിൽ രാജതന്ത്രത്തില് എന്തുണ്ടാകില്ല? അകാൽ നഹി ഹോഗ, ക്ഷാമം ഉണ്ടാകില്ല, ദാരിദ്ര്യം ഉണ്ടാകില്ല ഒരിക്കലും. യഹം കവിക, ഇവിടെ കവിയുടെ സാമ്യവാദി ദൃഷ്ടികോൺ, സമയോചിതമായ ദൃഷ്ടികോണം, അതായത് കാലാനുസൃതമായ, സാമ്യവാദി കാലാനുസൃതമായ ദൃഷ്ടികോൺ, കാഴ്ചപ്പാടാണ് പ്രകടമാകുന്നത്. ഇങ്ങനെയാണ് ഒരു ടിപ്പണി എഴുതേണ്ടത്. കവിതയെ കുറിച്ചുള്ള ടിപ്പണി ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ചോദ്യഭാഗത്ത് നിന്ന് ഒരു ചോദ്യം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് നമ്മൾ നോക്കി കാണേണ്ടത്, അതിന്റെ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു കാര്യവും കൂടി ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയുമോ? ഈ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അകാൽ കെ ബാദ്, അകാലത്തിന് ശേഷം,
ക്ഷാമത്തിന് ശേഷം, ദാരിദ്ര്യത്തിന് ശേഷം എന്താണ് ഈ ഭാഗത്ത് സംഭവിച്ചത്? ഈ കവിതാ ഭാഗത്ത് എന്ത് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നാല് പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ 4 പോയിന്റ്സ് കാണാതെ പഠിച്ചു വെച്ചാൽ എവിടെ നിന്ന് ഏത് രീതിയിൽ എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഒന്നാമത്തേത് കർമ്മേധാനിയായി, വീട്ടിൽ ധാന്യം വന്നു. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് ഘർക്കെ ഊപ്പർ, വീടിന് മുകളില് ധുവാമുട, പുക പൊങ്ങി. മൂന്നാമത്തേത് സബ്കി ആംഖേം, എല്ലാവരുടെയും കണ്ണുകൾ ചമക്കുടി, തിളങ്ങി. നാലാമത്തേത് കൗവേനെ പാഖ്യം കുജലായി, കാക്കകൾ ചിറകുകൾ ചൊറിഞ്ഞു. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത്രയും ഭാഗത്തു നിന്ന് വൺ വേർഡ് ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് ഞാൻ പാഠത്തിൽ പറഞ്ഞതാണ്. ഒന്നുകൂടി പറയാണ് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. കൈ ദിനം കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം, കർക്കെ അന്തർ, വീടിനുള്ളില്, ക്യാ ആയേ, എന്ത് വന്നു? ദാനേ ആയേ, ധാന്യം വന്നു. 2 കൈ ദിനം കെ ബാദ് ആംഗൻ സെ ഊപ്പർ ക്യാ ഉടനെ ലഗാ, കുറെ ദിവസങ്ങൾക്ക് ശേഷം മുറ്റത്തിന് മുകളിൽ ക്യാ ഉടനെ ലഗാ, എന്ത് പൊങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ എന്ത് ഉയരാൻ തുടങ്ങി? ധുവാം ഉടനെ ലഗാ, പുക ഉയരാൻ തുടങ്ങി. മൂന്നാമത്തെ ചോദ്യം കൈ ദിൻ കെ ബാദ് കിൻ കി ആങ്ക് ചമക്കനെ ലഗി, കുറെ ദിവസങ്ങൾക്ക് ശേഷം ആരുടെ കണ്ണുകളാണ് തിളങ്ങിയത്? കർക്കെ സദസ്യം കി ആങ്കേം, വീട്ടിലെ അംഗങ്ങളുടെ കണ്ണുകൾ. 4 കൗവ്യ ക്യാ കർനെ ലഗെ, കൗവ്യെ ക്യാ കർനെ ലഗെ, കാക്ക എന്ത് ചെയ്യാൻ തുടങ്ങി? പങ്കേം കുജലാനെ ലഗെ, കാക്ക എന്ത് ചെയ്യാൻ തുടങ്ങി? പങ്കേം കുജലാനെ ലഗെ, ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. മനസ്സിലായോ? ഇത്രയുമാണ് വൺ വേർഡ്. ഇനി നമ്മളോട് 2 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 2 മാർക്കിന്റെ ചോദ്യം ഈ രീതിയിൽ ചോദിക്കാം. ആംഗൻ സെ ഊപ്പർ ധുവാം ഉടാസെ ക്യാ താല്പര്യ ഹെ, മുറ്റത്തിന് മുകളിൽ പുക പൊങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അർത്ഥമാക്കുന്നത്? അനാജ് കെ ദാനെ ആ ജാനെ കെ കാരൻ, അനാജ് അന്നത്തിനുള്ള ധാന്യം വന്നു ചേർന്നത് കൊണ്ട്, ആങ്കൻസെ മുറ്റത്തിന് മുകളിൽ, കൈ ദിനോം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം, ധുവാമുടാത്ത പുക പൊങ്ങിയിരുന്നു. അർത്ഥാത് അതായത്, അർത്ഥാത് എന്ന് പറഞ്ഞാൽ അതായത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കണം. അതായത് ലഗ്താ താക്കി തോന്നുന്നു, ഘർമേ വീട്ടിൽ, ആജ് ഇന്ന്, കുച്ച് എന്തോ, പകായാ ജാ രഹാ ഹേ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പുക പൊങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞത്. ജിസ്കെ കാരൻ, അതുകൊണ്ടാണ് ധുവാം ഉഡ്രഹാത്ത പുക പൊങ്ങിയത്. അതായത് തോന്നുന്നത് എന്തെന്നാൽ കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്തോ പാകം ചെയ്യുകയാണ് വീട്ടിൽ, അതുകൊണ്ടാണ്, ആ കാരണത്താലാണ്, ജിസ്കെ കാരൻ അതിന്റെ കാരണത്താൽ എന്ന് പറഞ്ഞാൽ ആ കാരണത്താലാണ് ധുവാം ഉഡ്രഹാത്ത പുക പൊങ്ങിയത്. മനസ്സിലായോ? ഇനി കർഭർക്കെ സദസ്യ കോൻ കോൻ ഹേ, വീട്ടിലുണ്ടിലെ സദസ്യ അംഗങ്ങൾ, മെമ്പേഴ്സ് കോൻ കോൻ ഹേ, ആരെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്, മിക്കവാറും പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. മനുഷ്യക്കെ അലാവ, മനുഷ്യരെ കൂടാതെ, കെ അലാവ കൂടാതെ, മനുഷ്യക്കെ അലാവ മനുഷ്യരെ കൂടാതെ, അന്യ മറ്റു, ജീവജന്തുവോം കോ ഭി, ജീവജന്തുവോം കോ ജീവജന്തുക്കളെ, ഭി അന്യ ജീവജന്തുവോം കോ ഭി മറ്റ് ജീവജന്തുക്കളെയും, കവീനെ കവി, ഘർ പരിവാർ കെ രൂപമേ വീട്ടിലെ അംഗങ്ങൾ എന്ന രൂപത്തിൽ, കുടുംബത്തിലെ മെമ്പേഴ്സ് എന്ന രൂപത്തിൽ, ബദായാ ഹെ പറഞ്ഞിട്ടുണ്ട്. ജയ്സെ ഉദാഹരണത്തിന്, ചിപ്കലിയാം പല്ലികൾ, ചൂഹെ എലികൾ, കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി, കൗവേ കാക്കകൾ മുതലായവരെയും വീട്ടിലെ മെമ്പേഴ്സ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട് കവി. അതുകൊണ്ട് ഇവരെല്ലാം വീട്ടിലെ അംഗങ്ങളാണ്. മനസ്സിലായോ? മൂന്നാമത്തെ ചോദ്യം കർ ഭർ കി ആങ്കേം ക്യൂം ചമക് ഉടി, വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ വീട്ടിനകത്തുള്ളവരുടെ കണ്ണുകൾ, വീട്ടിലുള്ളവരുടെ കണ്ണുകൾ ക്യൂം എന്തുകൊണ്ടാണ് ചമക്കുടി തിളങ്ങിയത്? ഖാന മിൽനെ കെ കാരൻ, ഭക്ഷണം ലഭിച്ചത് കാരണമാണ് കർ ഭർ കി ആങ്കേം വീട്ടിലുള്ളവരുടെ കണ്ണുകൾ ചമക്കുടി തിളങ്ങിയത്. കൗവേ ക്യോ പങ്കേം കുജലാനെ ലഗി, കാക്കകൾ എന്തുകൊണ്ടാണ്
ചിറകുകൾ ചൊറിയാൻ തുടങ്ങിയത്. കൗവ്യക്കോ ഭി, കാക്കയ്ക്കും കൈ ദിനം കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം ആജ് കുച്ച് മിലാ ഥ, ഇന്ന് എന്തോ ലഭിച്ചിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ടാണ് വേ പങ്ക് ഖുജലാനെ ലഗേ, അവർ ചിറക് ചൊറിയാൻ തുടങ്ങിയത്. മനസ്സിലായോ? അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കിതിൽ മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിലും മനസ്സിലായി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് ക്ലാസ്സുകൾ എങ്ങനെ പോകണം എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിർത്താം. കവിതയുടെ ആദ്യ ഭാഗം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.